യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജപമാല മാസത്തിലെ 3-ാം ദിവസമായി ഇന്ന് ഈ അമ്മയോടൊപ്പം എന്ന ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും ഈ സമയം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 3-ാം ദിവസമായി ഇന്ന് നമ്മൾ ഈ പ്രത്യേകമായി നിയോഗം വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, തിരുവചനത്തിന് അഭിഷേകം കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, തിരുവോസ്വരൂപനായ ഈശോയെ എന്നെ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന നിയോഗം വെച്ച് ആരാധനയെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ജപമാലയുടെ 3-ാം ദിവസമായി ഇന്ന് നമുക്കെല്ലാവർക്കും സ്വയം വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഒരു പാപം നമ്മെ ബന്ധിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ, ചില പാപത്തോട് വിട പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ, ചെയ്തുപോയ പാപത്തെ ഓർത്ത് അനുദപിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, പശ്ചാത്താപവും പാപബോധവും നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി, നമ്മൾ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയായി മാറാൻ വേണ്ടി, ദൈവകൃപ നമ്മിലേക്ക് കടന്നു വരാൻ തടസ്സം നൽകുന്ന എല്ലാ തിന്മയും നമ്മിൽ നിന്ന് പടിയിറങ്ങി പോകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം മദ്യപാനത്തിന്, മയക്കുമരുന്നിന്, വെറുപ്പ്, വിദ്വേഷം, അശുദ്ധമായ ജീവിതശൈലി, ആത്മഹത്യയുടെ പ്രവണതകൾ, ഒളിച്ചോടാനുള്ള പ്രവണതകൾ, സഭ വിട്ടുപോകേണ്ട പ്രവണതകൾ, നിരീശ്വരവാദ യുക്തിവാദ ചിന്തയിൽ കഴിയുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള എല്ലാ വ്യക്തികളുടെയും മാനസാന്തരത്തിനു വേണ്ടിയും നമ്മുടെ സ്വയം വിശുദ്ധീകരണത്തിനു വേണ്ടി നമുക്ക് പ്രത്യേകമായ കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയ്ക്കൊപ്പം എന്ന ഈ ശുശ്രൂഷയുടെ 3-ാം ദിവസമായി ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന, ധ്യാനിക്കാൻ വേണ്ടി പോകുന്ന വചനം, പ്രിയമുള്ളവരെ, അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 40-41 തിരുവചനത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. വചനം ഇപ്രകാരം പറയുകയാണ്: അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. വീണ്ടും 41-ാം വചനം പറയുന്നു: മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഈ മറിയത്തിന്റെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം സ്നാപയോഹന്നാന് സന്തോഷം മാത്രമല്ല പകർന്നു നൽകിയത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വചനം പറയുന്നു: ഈ സമയം എലിസബത്ത് ആരായി മാറി? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് മാറി. ഒരു വ്യക്തി ആത്മാവിന് നിറവ് ലഭിക്കുക എന്ന് പറയുമ്പോൾ, ആ വ്യക്തി തിന്മ വെടിഞ്ഞ് വിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം ആ വ്യക്തിക്ക് വെളിപ്പെടുക. അതോടൊപ്പം തന്നെ ഒരു അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയം പരിശുദ്ധാത്മാവ് നിറയപ്പെടുക എന്ന് പറയുമ്പോൾ, ഈ അമ്മയോടൊപ്പം അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവും ദൈവത്തിന്റെ ആത്മാവിനെ നിറയപ്പെടുകയാണ്. ഈ സമയം സ്നാപയോഹന്നാനും ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് അനുഭവിക്കുകയാണ്. ഈ നിറവ് അനുഭവിക്കാൻ എലിസബത്തിനും യോഹന്നാനും സാധിക്കുന്നത് യേശുവിന്റെ കടന്നുവരവ് വഴിയുള്ള ജീവിത വിശുദ്ധീകരണമാണ്. യേശു ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ, യേശു ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ അത്ഭുതം എന്ന് പറയുക, പ്രിയമുള്ളവരെ, അത് മാനസാന്തരമാണ്. അനേക ദൈവമക്കൾ താപോറി ധ്യാനം കൂടുമ്പോൾ അവർ കണ്ണുനീരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: അച്ഛൻ കഴിഞ്ഞ് 20, 25, 30 വർഷമായി ഇതുവരെ നല്ല ഒരു കുമ്പസാരം നടത്താൻ സാധിച്ചിട്ടില്ല. പല കുമ്പസാരത്തിലും പല പാപങ്ങളും ഏറ്റു പറഞ്ഞിട്ടില്ല. കുമ്പസാരത്തെ ഗൗരവമായി കണ്ട് ജീവിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഈ താപോർ ധ്യാനത്തിലൂടെ ഈ നല്ല കുമ്പസാരം നടത്തി കഴിഞ്ഞപ്പോൾ ദൈവം നൽകുന്ന ആ വിടുതൽ, ദൈവം നൽകുന്ന സമാധാനം, അതെന്തുമാത്രം വലുതാണ് എന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികൾ ആയിരങ്ങളുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട വലിയ ഒരു തിരിച്ചറിവുണ്ട്. പരിശുദ്ധ മറിയം എലിസബത്ത് പുണ്യവതിയെ സന്ദർശിക്കുന്നതിന്റെ മുഖ്യ ലക്ഷ്യം സ്നാപക യോഹന്നാന്റെ വിശുദ്ധീകരണമാകാൻ ദൈവം ലക്ഷ്യം വെച്ചത്.
ദൈവത്തിനൊരു വ്യക്തിയെ കുറിച്ച് ചില ലക്ഷ്യങ്ങളുണ്ട്. ദൈവത്തിന് ചില വ്യക്തികളെ കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട്. ദൈവം തന്നെ മുൻഗാമിയായി ലോകത്തിലേക്ക് വന്നവനെ വിശുദ്ധീകരിക്കുകയാണ്. ഈശോയ്ക്ക് അവിടെ നേരിട്ടെത്താൻ ആവാത്തത് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെ അവിടെ എത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം സ്നാപയോഹന്നാന്റെ സമീപം വരുമ്പോൾ വിശുദ്ധിയുടെ പാതയിലേക്ക് സ്നാപയോഹന്നാൻ ഉയർത്തപ്പെടുകയാണ്. സ്നാപയോഹന്നാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുമ്പോഴാണ് യേശുവിനോടൊപ്പം പോകാൻ നമുക്ക് സാധിക്കുക. അപ്പൊ യേശുവിനോടൊപ്പം സഞ്ചരിക്കണമെങ്കിൽ, യേശുവിന്റെ കൂടെ പോകണമെങ്കിൽ, യേശുവിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം, വിശുദ്ധീകരണം അത് ആവശ്യമാണ്. ഇവിടെ ഏതെങ്കിലും പാപത്തിന്റെ ബന്ധനം ഉപേക്ഷിക്കാൻ സാധിക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ഉണ്ടെങ്കിൽ ഈ 3-ാം ദിവസ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടി നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മേ മാതാവേ, ഭാവിയായ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ, എൻ്റെ ദൈവത്തിന്റെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കാൻ അമ്മേ മാതാവേ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാനസാന്തരം അനേക ദൈവമൊക്കെ നാളേക്ക് മാറ്റിവെക്കാറുണ്ട്. കുമ്പസാരം നാളത്തേക്ക് നമ്മൾ മാറ്റിവെക്കരുത്. ഇങ്ങനെ നമ്മൾ നീട്ടിവെക്കുന്ന കുമ്പസാരം, മാനസാന്തരം നീട്ടിവെക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ മന്ദതയാണ്. നമ്മുടെ ജീവിതത്തിലെ ആത്മീയ മന്ദതയുണ്ടെങ്കിൽ ഇന്ന് വേണ്ട, നാളെയാകട്ടെ ഇങ്ങനെ നമ്മൾ കുമ്പസാരവും മാനസാന്തരവും നീട്ടിക്കൊണ്ടുപോകും. നമ്മൾ കൊടുക്കേണ്ട ക്ഷമ, നമ്മൾ കൊടുക്കേണ്ട അനുഗ്രഹം, നമ്മൾ ക്ഷമിക്കേണ്ട ചില വ്യക്തികളോട് ക്ഷമിക്കാൻ സാധിക്കാതെ നാളെയാകട്ടെ, നാളെ കഴിഞ്ഞ് ക്ഷമിക്കാം എന്ന് ചിന്തിക്കാൻ കാരണം നമ്മുടെ ജീവിതത്തിലെ ആത്മീയ മന്ദതയാണ്. നമ്മെ വേദനിപ്പിച്ചവരുണ്ട്, നമ്മെ ഒറ്റപ്പെടുത്തിയവരുണ്ട്, നമ്മെ അപമാനിച്ചവരുണ്ട്. ഇവരോടെല്ലാം വെറുപ്പും വിദ്വേഷവും പ്രതികാരവുമായി എത്രയോ ജീവിതങ്ങൾ മുന്നോട്ട് പോകും. നീ അവരുടെ ജീവിതത്തോടൊന്ന് ക്ഷമ കൊടുക്കാൻ, നീ അവർക്കൊന്ന് മാപ്പ് കൊടുക്കാൻ, നീ അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറാൻ നമ്മെ കൊണ്ട് സാധിക്കാതെ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ മന്ദതയാകാം. അതുകൊണ്ട് ആത്മീയ മന്ദത മാറാൻ വേണ്ടി ഈ ജപമാലയുടെ 3-ാം ദിവസമായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. സ്നാപയോഹന്നാൻ ജനിച്ചിട്ടില്ല, ജനിക്കുന്നതിന് മുമ്പേ ദൈവം സ്നാപയോഹന്നാനെ വിശുദ്ധനാക്കുകയാണ്. യേശുവിന്റെ സാന്നിധ്യത്തിലൂടെയാണ്, യേശുവിന്റെ കടന്നുവരവിലൂടെയാണ്, യേശു സമീപിക്കുന്നതിലൂടെയാണ് സ്നാപയോഹന്നാന്റെ ജീവിതത്തിൽ ഈ വിശുദ്ധീകരണം സംഭവിക്കുന്നത്. ഈ വിശുദ്ധീകരണം, പ്രിയമുള്ളവരെ, ഈ വിശുദ്ധീകരണം സ്നാപയോഹന്നാന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് സ്നാപയോഹന്നാന്റെ പ്രഭാഷണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിശുദ്ധീകരണത്തിന്റെ ശൈലി യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 29-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കർത്താവായ യേശു എന്ന് പറയുക ഈ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഇപ്രകാരം വിളിച്ചു പറയണമെങ്കിൽ എന്തുമാത്രം അനുഭവത്തോടെ ആവണം സ്നാപയോഹന്നാൻ ഈ വിശുദ്ധീകരണം തന്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിയത്. ഇപ്രകാരം ഈ വരുന്ന ഈശോയെ കണ്ടിട്ട് നീ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറയണമെങ്കിൽ അതിശക്തമായ ദൈവാനുഭവം, അതിശക്തമായ വിശുദ്ധീകരണം സ്നാപയോഹന്നാൻ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടാണ്. തന്റെ അമ്മയായ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് തന്നെ വിശുദ്ധീകരിക്കപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഈ വലിയ അനുഭവത്തോടെ ഈശോയെ നോക്കിയത് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറയാൻ സാധിക്കുക. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ വിശുദ്ധീകരണം, നമ്മുടെ ജീവിതത്തിലും ഒരു മാനസാന്തരം, നമ്മുടെ ജീവിതത്തിൽ ഒരു മാപ്പ് കൊടുക്കൽ, നമ്മുടെ ജീവിതത്തിലും അശുദ്ധിയോട് മദ്യപാനത്തോട് നോ പറയുന്ന ഒരു അനുഗ്രഹം അത് ഈ ദിവസം വെളിപ്പെടാൻ വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തിരുവചനം പറയുക, അവിടെ കർത്താവായ യേശു പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നാണ്. അപ്പൊ ദൈവത്തെ കാണാനുള്ള മാർഗം തിരുവചനം പറയുക, ഈശോ പറയുക നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയെ കുറിച്ചാണ്.
നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് ഭാഗ്യവാനും ഭാഗ്യവതിയായി മാറാനും ദൈവത്തെ കാണുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും. എത്രയോ ജീവിതങ്ങൾ ഇന്ന് ദൈവത്തെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവത്തെ കാണാൻ സാധിക്കാതെ പോകാൻ ഏക കാരണം ഈ ജീവിതത്തിൽ വിശുദ്ധീകരണം സംഭവിക്കാതെ പോകുന്നതുകൊണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, ജോഷയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വചനം ഇങ്ങനെ പറയുകയാണ്. ജോഷ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, ദൈവം ഒരു വ്യക്തിയെ ഉയർത്തുന്നത് ആ വ്യക്തി ഒന്ന് സ്വയം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി തീവ്രമായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. നമ്മെ വിളിച്ച ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ഈ ദൈവത്തിന്റെ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഈ വിശുദ്ധിയുടെ അഭിഷേകം കടന്നു വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. പാപത്തിന് ഏതെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ ഈ പാപബന്ധനം കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോട് പ്രാർത്ഥിക്കാം. ഇന്ന് ദിവസം ജപമാല ചെല്ലുമ്പോൾ ഈ അമ്മയോടൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇനിയുള്ള ദൈവിക ആരാധനയും നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ നിന്ന് പാപം പടിയിറങ്ങി പോകണം. സ്നാപകയോനാലി വിശുദ്ധീകരണം സംഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും വിശുദ്ധീകരണം തരണമേ എന്ന് കണ്ണുനീരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തന്നെയോ അടുത്ത ദിവസമോ ദൈവമേ ഞാൻ നല്ല കുമ്പസാരം നടത്തും, ഈ ഒരു തീരുമാനം നമുക്ക് സ്വയം എടുക്കാൻ സാധിക്കണം. പ്രിയമുള്ള നമ്മുടെ അനുദിന പ്രാർത്ഥന നിയോഗങ്ങൾ താമന്റെ വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരാം. ആ നിയോഗങ്ങളെല്ലാം ഞങ്ങൾ അനുദിനം വെച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ താമോന്റെ റുഹാഭിഷേക ശനിയാഴ്ച കൺവെൻഷനിൽ ഈ നിയോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ ആരാധനയെ പ്രവേശിക്കാം. ആരാധന കഴിഞ്ഞ് വ്യക്തിപരമായി ഈ നിയോഗം വെച്ച് നമ്മുടെ ഓരോ വ്യക്തിയുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ജപമാല ചെല്ലുന്നതിലൂടെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ വഴി ഇനി ഉപേക്ഷിക്കാൻ പറ്റാത്ത ഏതെങ്കിലും പാപമേഖലയുണ്ടെങ്കിൽ ഈ പാപമേഖലയോട് വിട പറയാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം കണ്ട് ധ്യാനിച്ച വചന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 44-ാം തിരുവചനമാണ്. അവിടെ എലിസബത്ത് പുണ്യവതി ഇപ്രകാരം മറിയത്തെ നോക്കി പറയുകയാണ്: ഇത് നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്നത് സന്തോഷവും സമാധാനമാണ്. ജീവിത സംതൃപ്തി നൽകുന്ന ദൈവമാണ്. ഇന്ന് സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഇല്ലാതെ പോകുന്ന, ഇതെല്ലാം നമ്മുടെ ജീവിത മേഖലയിൽ നിന്ന് അടത്തി കളയുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ഭയം, നിരാശ, ഉത്കണ്ഠ, ദുഃഖം, നൊമ്പരങ്ങൾ, ഒറ്റപ്പെട്ടു പോയ അവസ്ഥ, ഇതെല്ലാം ഈശോയ്ക്ക് കാഴ്ചവെക്കാം. എലിസബത്ത് പുണ്യവതി പറയുന്നത്, നീ എൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടിയെന്ന്. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സ്നാപയോഹന്നാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. എങ്ങനെയാണ് സ്നാപയോഹന്നാന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ സാധിക്കുക? അതും അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട്. വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, സ്നാപയോഹന്നാൻ്റെ സന്തോഷത്തിന് കാരണം യേശുവിൻ്റെ സാന്നിധ്യമാണ്.
പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വ്യക്തി ആരായി മാറും? സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായി മാറും. ഇവിടെ ദുഃഖനൊമ്പരങ്ങൾ വിട്ടുപോകാൻ വേണ്ടി, ഭയം നിരാശ വിട്ടുപോകാൻ വേണ്ടി ഏക വഴി എന്ന് പറയുന്നത് അത് യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ സാന്നിധ്യമാണ് യോഹന്നാനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ പ്രേരിപ്പിച്ചത്. യോഹന്നാൻ്റെ ജീവിതം സന്തോഷമായി മാറിയതും യേശുവിൻ്റെ സാന്നിധ്യമാണ്. അവിടെ സന്തോഷിക്കാൻ സാധിക്കാത്ത ഓരോ നിമിഷങ്ങളും, ഒറ്റപ്പെട്ടുപോയ അവസ്ഥയും നിരാശയും ഉത്കണ്ഠയും ഭയം എല്ലാം യേശുവിന് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ രക്തത്താൽ തിരുക്കുരിശിൻ ചുവട്ടിൽ പാപവും രോഗവും മാറട്ടെ, എന്റെ ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. പാപവും രോഗവും മാറട്ടെ, എന്റെ ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. ഇരുകരം ഉയർത്തി വിളിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഈ ദൈവികാനാശീർവാദ വേളയിൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സാധിക്കുന്നൊരു മുട്ടുകുത്തി കൂപ്പുകരങ്ങളോടെ ഈശോയെ എന്നെ ഈ സമയം സ്പർശിക്കണമേ, എൻ്റെ ദുഃഖനൊമ്പരങ്ങൾ വഴിമാറേ, ഞാൻ സന്തോഷമുള്ള ഒരു വ്യക്തിയായി മാറാൻ വേണ്ടി അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി കുടുംബം സമൂഹമായി എന്നെ മാറ്റണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, 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 ആരാധന, യേശുവേ, ആരാധന, ദൈവമേ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന. ജപമാലയൊരെണ്ണം കയ്യിലുണ്ടെങ്കിൽ ഇഹലോക ജീവിതം